അല്ല, അത് എല്ലാവർക്കും ഇപ്പോൾ ഞാനിപ്പോൾ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറഞ്ഞു. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പേരിലല്ല അത് ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിക്കൊള്ളുന്നില്ലല്ലോ. വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല, നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. അതൊക്കെ അവരുടെ അവകാശമാണ്. വ്യക്തിപരമായുള്ള നമ്മളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കട്ടെ. ഈ പെരുന്നയിൽ പോയിട്ട് അങ്ങനെ സമുദായങ്ങളുടെ പിന്തുണ പാടില്ല എന്ന് ആവശ്യപ്പെടുകയും ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പെരുന്നയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം പോയിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുണ്ട്, പെരുന്നയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂടിയാണ് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കണ്ടത്. ഞാൻ അതിനുശേഷം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണും. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കേരളത്തിൽ ആർക്കാണ് ഞാൻ രഹസ്യമായിട്ട് എവിടെ പോയിരിക്കുന്നത്? ഞാൻ എല്ലാവരെയും കാണാൻ പോകാറുണ്ട്. എല്ലാ ആളുകളെയും കാണാൻ പോകാറുണ്ട്. ഇന്നലെയും ഒരു യോഗത്തിൽ ഞാൻ തിരുവല്ലയിൽ കുമ്പനാട് ഒരു സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു. ഇപ്പോൾ ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പെന്തക്കോസ്തുകാരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് അതിൻ്റെ തലേ ദിവസം മുസ്ലിം സംഘടനയുടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ സംബന്ധിച്ചു. അതിനു മുമ്പ് ജിഫ്രി തങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചു. ഇനിയിപ്പോൾ ദളിത് സംഘടനകളുടെ എല്ലാവരുടെയും കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. എൻ്റെ സാന്നിധ്യം ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിരിക്കുന്ന പൊസിഷൻ വെച്ച് നമ്മളെല്ലാവരും വിളിക്കും. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകും. എല്ലാ സംഘടനകളുമായി സമുദായ സംഘടനകളുടെയും സമുദായ നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെയല്ലേ കേരളത്തിൽ? എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തില്ലേ? അതിലെന്താ തെറ്റ്? അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാനൊരു സമുദായ നേതാവിനെയും കാണില്ല. ഞാൻ എല്ലാത്തിൽ നിന്നും വിട്ടു. വർഗീയതയ്ക്കെതിരെ പറയുന്നതും ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണോ കേരളത്തിൽ? അല്ലല്ലോ. വർഗീയതയ്ക്കെതിരെ നമ്മൾ സംസാരിക്കുന്നതും ഇപ്പോൾ ഒരു സമുദായത്തിലൊരു പ്രശ്നം വന്നു. ഞാൻ എൻ്റെ പഴയ പ്രസംഗമുണ്ട്, ഞാൻ MLA ആയിരിക്കും നടത്തിയ പ്രസംഗമുണ്ട്. സമുദായങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം, അവരോടൊരു അനീതി കാണിച്ചാൽ നമ്മളാണ് ആദ്യം അവിടെ ഓടിയെത്തേണ്ടത്. അവരെ സഹായിക്കണം ആ സമയത്ത്. അത് സംശയം എന്താ? സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കന്മാരെ കാണാൻ പാടില്ലേ? എനിക്കത് മനസ്സിലാകുന്നില്ല. എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കഴമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ? എനിക്കങ്ങനെ പിടിവാശിയൊന്നുമില്ല. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. എനിക്കങ്ങനെ അസഹിഷ്ണുതയൊന്നുമില്ല. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും എന്നോട് കേരളത്തിൽ യോജിച്ചോളണം, ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ എല്ലാവരും നിന്നോളണം എന്നൊന്നും ഒരു പിടിവാശിയും എനിക്കില്ല. പക്ഷേ അഭിപ്രായങ്ങൾ പറയും.